ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. രാഹുൽ തൻ്റെ റൂമിൽ അങ്ങനെ വളരെ പകയോടുകൂടി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് പ്രകാശൻ വരികയാണ്. അമ്പലത്തിൽ നിന്നാണ് പ്രകാശൻ വരുന്നത്. അങ്ങനെ പ്രകാശനോട് ചോദിക്കുന്നുണ്ട് രാഹുൽ, നീ എന്താടാ ഇത്ര നേരം വൈകിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനൊന്ന് അമ്പലത്തിൽ പോയായിരുന്നു. എന്നിട്ട് പ്രകാശൻ അവിടെ വന്നിരിക്കുകയാണ്. ഇന്ന് ദീപാരാധന ഉണ്ടായിരുന്നുണ്ട്. ആ സമയം ആയതുകൊണ്ട് പിന്നെ അതും കഴിഞ്ഞ് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രാഹുൽ ചോദിക്കുകയാണ്, നീ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ പറയാനുണ്ടോ, നമുക്ക് വേണ്ടി, നമുക്കും പിന്നെ എൻ്റെ മകൻ അവൻ എത്രയും വേഗം ജയിലിൽ നിന്ന് വരാൻ വേണ്ടി എന്ന് പറയാണ്. ഇന്നാ പ്രസാദം എന്ന് പറഞ്ഞ് രാഹുലിന് കൊടുക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് രാഹുൽ ഒരു തോക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. കണ്ടോ നീ ഇത്? അപ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ്, ഇന്നാണില്ലേ നീ കല്യാണി മോളെ കൊല്ലാൻ പോണ ദിവസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഒന്ന് കണ്ണു തുറപ്പിച്ച് നോക്കുകയാണ് പ്രകാശനെ. പ്രകാശൻ പറയുകയാണ്, അയ്യോ ഞാൻ തെറ്റിപ്പോയി സാറേ, നീയെന്ന് പെട്ടെന്ന് വിളിച്ചതാണ് എന്ന് പറയാണ്. നീയെന്നോ നായെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ അതല്ല, നീ വേറൊരു വാക്ക് നിന്റെ വായിൽ നിന്ന് വീണു. കല്യാണി മോളെ എന്നാണ് നീ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ തോക്ക് നേരെ പ്രകാശന്റെ തലയ്ക്ക് നേരെ പിടിക്കുകയാണ്. സത്യം പറയടാ, നീ നിന്റെ മകളെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടല്ലേ? നീ ആദ്യമൊന്നും അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. കല്യാണി മോളെന്നൊന്നല്ലല്ലോ പറഞ്ഞത്. എൻ്റെ മകളടക്കം പലരും എന്നോട് പറഞ്ഞിരുന്നു നീ നിന്റെ മകളെ സ്നേഹിക്കുന്ന കാര്യം. സത്യം പറയടാ, ഇതില്ലെങ്കിൽ ഇപ്പം ഞാൻ നിന്റെ തലയിൽ വെടിവെക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശനൊന്ന് പേടിക്കുന്നുണ്ട്. എങ്കിലും പ്രകാശൻ പറയുകയാണ്, ഒരിക്കലല്ല രാഹുലേ, ഞാനേ അവരെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുകയല്ലേ. അപ്പോൾ അവരുടെ കൂടെ നിന്ന് അങ്ങനെയൊക്കെ സംസാരിച്ച് പെട്ടെന്ന് എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വന്നു പോയതാണ്. ഒരിക്കലും ഞാൻ അവരുടെ കൂടെയല്ല, നിന്റെ കൂടെ തന്നെയാണ്. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. എന്നാൽ ശരി, കൊള്ളാം, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എങ്ങാനും നീ എന്നെ ചതിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ബുള്ളറ്റ് ഒരെണ്ണം നിനക്കുള്ളതാണ് എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശന് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിന്റെ പ്ലാനിങ് എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ ആവശ്യമില്ലാത്ത നിൽക്കണ്ട, ഞാനും കൂടെ വരാം രാഹുലെ എന്ന് പറയുന്നുണ്ട്. വേണ്ട, നീയൊന്നും വരണ്ട. അതെ, എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അതിനു മുമ്പ് 2 ദിവസം മുമ്പെങ്കിലും എനിക്ക് നല്ല ആഹാരം കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നത്. നീ എനിക്ക് നല്ല ആഹാരം വെച്ച് തരികയും ചെയ്തു. അങ്ങനെ കുറച്ച് പണം രാഹുൽ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പ്രകാശൻ്റെ നീട്ടിയിട്ട് പറയണേ, ഇന്നാ അതിനുള്ള നക്കാപ്പിച്ച എന്ന് പറയുന്നുണ്ട്. പ്രകാശൻ വാങ്ങിക്കാതെ രാഹുലിനെ നോക്കുമ്പോൾ പ്രകാശൻ്റെ കൈകൾ നീട്ടി രാഹുൽ ആ പണം പ്രകാശൻ്റെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അത് കണ്ട് അവിടെ നിന്നും രാഹുൽ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പ്രകാശനാണെങ്കിൽ ആ പൈസ അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പോയ ഭാഗത്തേക്ക് നോക്കിയിട്ട് ആ പൈസ ആകെ ചുരുട്ടി കൂട്ടി അവിടെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് കിരണിൻ്റെ വീടാണ്. കിരണിൻ്റെ വീട്ടിൽ നമ്മുടെ കല്യാണിക്ക് കൂട്ടായിട്ട് ചന്ദ്രസേനനും രൂപയും ഒക്കെയുണ്ട്. അപ്പോൾ കല്യാണി നിർബന്ധിക്കുന്നുണ്ട്, അമ്മയും അച്ഛനും വീട്ടിലോട്ട് പൊക്കോ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ, എല്ലാ രീതിയിലും സെക്യൂരിറ്റിൻ്റെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. അതൊന്നും പറയാൻ പറ്റില്ല. ആ പ്രകാശൻ ഇപ്പം രാഹുലിൻ്റെ കൂടെയാണ്, ഇനിയിപ്പോൾ അവനും ചേർന്ന് വല്ല ചതി ഉണ്ടാക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല മോളെ എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണിയുടെ നിർബന്ധത്തിന് വഴങ്ങി എന്താ നമുക്ക് പോവാലേ എന്ന് പറയാണ് രൂപയും ചന്ദ്രസേനനും. അങ്ങനെ കാറിൻ്റെ അരികിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് നോക്കിയിട്ടും അപ്പം ദീപ പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പുറത്തുള്ളവരാണ് എന്ന് പറയാണ്. അപ്പോൾ എൻ്റെ കല്യാണമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീടോടുകൂടി ഞാൻ കത്തിക്കും, അവിടെ പിന്നെ ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കാൻ ആളും ഉണ്ടാവില്ല, ആ വീടും ഉണ്ടാവില്ല എന്ന് ചന്ദ്രസേനൻ പറഞ്ഞു. സൂക്ഷിക്കണേ മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ, ഞാൻ എന്തായാലും പോലീസിനെ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്തോളാം എന്നും പറഞ്ഞ് ചന്ദ്രസേനനും രൂപയും കാറും എടുത്ത് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തുകയാണ്. വീട്ടിലെത്തിയതിന് ശേഷം അവരകത്തേക്ക് കടക്കുന്നുണ്ട് ചന്ദ്രസേനനും രൂപയും. അങ്ങനെ അവർ പറയാണ്, എന്തായാലും ഇവിടേക്ക് വരണ്ടായിരുന്നല്ലേ, നമുക്കൊരു മനസ്സമാധാനക്കേടില്ലേ എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രസേനൻ പറയാണ്, നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ, കല്യാണമോള് നിർബന്ധിച്ചത് കൊണ്ടല്ലേ വന്നത് എന്നും കൂടി പറഞ്ഞിട്ട്, എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്തായാലും, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ നമുക്കിങ്ങനെ നേരം വെളുപ്പിക്കാം. പിന്നെ 4 മണിക്ക് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം, അവിടെ നമുക്കിന്നൊരു തൊഴുത് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു രൂപേ എന്ന് ചന്ദ്രസേനന് മറുപടി പറയുകയാണ്.
അങ്ങനെ ചന്ദ്രസേനൻ പറയാണ്, എന്തായാലും രൂപേ എനിക്ക് ഗുളികളൊക്കെ ഒരുപാട് കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നീ ഇത്തിരി ചൂടുവെള്ളം ഫ്ലാസ്കിലെടുത്ത് ഇവിടെ വെച്ചോ എന്ന് പറയാണ്. ശരി ചന്ദ്രേട്ട എന്നും പറഞ്ഞിട്ട് നേരെ നമ്മുടെ രൂപ താഴോട്ട് പോവുകയാണ്. അങ്ങനെ താഴെ ഗ്യാസിൽ വെള്ളമൊക്കെ തിളപ്പിച്ച് ഫ്ലാസ്കിൽ അങ്ങനെ ഒഴിക്കുകയാണ്. ആ സമയത്ത് മുകളിൽ നിന്നും ഒരു വെടിശബ്ദം കേട്ട് നമ്മുടെ രൂപയാണെങ്കിൽ ആ കയ്യിലെ ഫ്ലാസ്ക് നിലത്ത് വീഴുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി മുകളിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ കിരൺ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ചന്ദ്രസേനൻ ഉണ്ടായിരിക്കും. എന്താ മോനെ, എന്താ നീ എപ്പോഴാണ് ഇവിടെ വന്നത് എന്നൊക്കെ രൂപ വെപ്രാളപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിരൺ പറയാണ്, ദേ അമ്മയ്ക്ക് കണ്ടൂടെ എന്താ സംഭവിച്ചതെന്ന് എന്ന് പറഞ്ഞിട്ട് തോക്കാണെങ്കിൽ ഒരു സൈഡിൽ അങ്ങനെ തെറിച്ച് കിടക്കുന്നുണ്ട്. നമ്മുടെ രാഹുലാണെങ്കിൽ അവിടെ വീണ് തലയ്ക്ക് വെടിയേറ്റ്, നെറ്റിയിൽ വെടിയേറ്റിട്ട് ആ നെറ്റിയിൽ നിന്ന് ഒരുപാട് ചോരയാണെങ്കിൽ വാർന്ന് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. രാഹുലിന് ബോധവുമില്ല. അപ്പം ഇയാളെങ്ങനെ ഇവിടെ എത്തി, ഈ ദുഷ്ടനെങ്ങനെ ഇവിടെ എത്തി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാഹുല് നമ്മുടെ ചന്ദ്രസേനൻ പറയാണ്, ഇവൻ മരിക്കേണ്ടവനല്ല, ഇവൻ എൻ്റെ മോൻ്റെ കൈകൊണ്ട് ഇവൻ മരിക്കാൻ പാടില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഒത്തിരി വെള്ളമെടുത്ത് രാഹുലിൻ്റെ മുഖത്ത് തെളിക്കുകയാണ് ചന്ദ്രസേനൻ. അങ്ങനെ രാഹുലിന് ബോധം തെളിയുന്നുണ്ട്. ആ സമയത്ത് രൂപയോട് ചന്ദ്രസേനൻ പറയാണ്, ഒരു തുണിങ്ങെടുത്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ തുണി നെറ്റിയിൽ, രാഹുലിൻ്റെ നെറ്റിയിൽ അങ്ങനെ വരിഞ്ഞു മുറുകി കെട്ടുകയാണ്. കിരൺ പറയുന്നുണ്ട്, എന്തിനാച്ചാ ഇതൊക്കെ ചെയ്യുന്നത്, അവൻ ചോര വാർന്ന് അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് പറയുകയാണ്. വേണ്ട മോനെ, അങ്ങനെ മരിക്കേണ്ടവനല്ല ഇവൻ, ഇവൻ മരിച്ചു കഴിഞ്ഞാലേ മോൻ ജയിലിലാകും, അതുകൊണ്ട് മോൻ അങ്ങനെ ജയിലിൽ പോകണ്ട എന്ന് പറയാണ്. അപ്പം രൂപ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എപ്പോഴാണ് മോൻ ഇവിടെ വന്നത്, എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുകയാണ്, അതെ, ഇവൻ്റെ ഓരോ നീക്കങ്ങളും നമ്മൾ ഇന്നലെ വരെ ശത്രുവായി കണ്ട അവൻ, അതായത് പ്രകാശൻ, അവനാണ് എനിക്ക് ഈ ഒരു അറിയിപ്പ് തന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലാഷ് ബാക്ക് പോലെ പിന്നീട് കാണിക്കുകയാണ്. അതായത് നമ്മുടെ രാഹുൽ പ്രകാശൻ്റെ കയ്യിൽ പൈസ തന്നിട്ട് പോയല്ലോ. അപ്പോൾ രാഹുൽ നേരെ തൻ്റെ കാറും എടുത്ത് പോവുകയാണ്. പുറകെയായിട്ട് പ്രകാശനും മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ വടിയും കുത്തിപ്പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് അതിലേ വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ആ ഓട്ടോയിൽ കയറുന്നുണ്ട്. അതിനുശേഷം ഓട്ടോക്കാരനോട് ആ കാറിൻ്റെ പുറകെയായിട്ട് ഇത്തിരി സ്പീഡിൽ വിടാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, ഇതാണ് മാക്സിമം സ്പീഡ്, ഇതിൽ കൂടുതൽ വിട്ട് കഴിഞ്ഞാൽ ഇനി എവിടെയെങ്കിലും ചെന്ന് കയറും, ആരെങ്കിലും നെഞ്ചത്ത് ചെന്ന് കയറും എന്നൊക്കെ ഇങ്ങനെ ആ ഓട്ടോക്കാരനും പറയുന്നുണ്ട്. പ്രകാശനാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും രാഹുലിൻ്റെ പുറകെ തന്നെ പ്രകാശൻ കൂടിയിരിക്കുകയാണ്. അങ്ങനെ രാഹുൽ നേരെ ചന്ദ്രസേനൻ്റെ വീട്ടിലേക്കാണ്, ആ ഒരു വേറൊരു റോട്ടിലേക്കാണ്, കല്യാണിയുടെ റോട്ടിലേക്കല്ല പോകുന്നത് വീടിൻ്റെ. അപ്പോൾ പ്രകാശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കല്യാണി മോളുടെ വീട് അത് ഇവിടെയല്ലല്ലോ, ഇവനിത് എവിടേക്കാണ് പോകുന്നത് എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരെ മാറിയിട്ട് ചന്ദ്രസേനൻ്റെ വീടിനേക്കാൾ കുറച്ച് ദൂരെ മാറി കാറ് പാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ രാഹുൽ പുറത്തിറങ്ങിയിട്ട് പറയുന്നത് ഇവിടെ കിടക്കട്ടെ എന്ന് സ്വയം അങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം അവനാണെങ്കിൽ പമ്മി അവിടേക്ക് പോവുകയാണ്. അതേ സമയത്ത് തൊട്ടുപുറകെയായിട്ട് പ്രകാശനും ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ പ്രകാശൻ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ജീവൻ രക്ഷിച്ച പ്രകാശനോട് കല്യാണിക്കും കിരണൊക്കെ ഒരുപാട് സ്നേഹമായിരിക്കും, പ്രകാശനെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.